മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഈ വാക്യം പല പ്രാവശ്യം വായിക്കുമ്പോഴാണ് വാസ്തവത്തിൽ ഇതിൻ്റെ അർത്ഥം അല്പമെങ്കിലും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. വളരെ ലളിതമെന്ന് തോന്നാമെങ്കിലും കർത്താവായ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അല്പമെങ്കിലും നമുക്ക് ഗ്രഹിക്കണമെങ്കിൽ പല പ്രാവശ്യം നാം അത് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. 5-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ പർവ്വത പ്രസംഗമാണല്ലോ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആ പർവ്വത പ്രസംഗത്തിൽ താൻ പറയുന്ന കാര്യങ്ങൾ വളരെ അമൂല്യമായിട്ടുള്ള ആഴമേറിയ അർത്ഥമുള്ള കാര്യങ്ങളാണ്. അതോട് ചേർത്താണ് കർത്താവ് പറയുന്നത്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ദൈവത്തെ കാണുവാൻ ആഗ്രഹമുള്ള മനുഷ്യരാണ് എല്ലാവരും. എല്ലാവരും ആഗ്രഹിക്കുന്നത് ഈശ്വരനെ കാണണം, ദൈവത്തെ കാണണം എന്നുള്ളതാണ്. പലരും ദൈവം ഇല്ല എന്ന് പറയുന്നവരും പഠിപ്പിക്കുന്നവരുമൊക്കെ ഉണ്ട്. എന്നാൽ അവരുടെ ഉള്ളിലും ഇതെല്ലാം കാണുന്ന, എല്ലാം ചമച്ച ഒരാളുണ്ട് എന്നുള്ളത് അറിയാതെയെങ്കിലും അവർ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന കാര്യമാണ് എന്ന് ഞാൻ കരുതുന്നു. ഇവിടെ കർത്താവ് പറയുകയാണ്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹൃദയശുദ്ധി ഉള്ളവർക്ക് മാത്രമേ ദൈവത്തെ കാണുവാൻ കഴിയുകയുള്ളൂ. മറ്റൊരാളിനെ വിധിക്കുവാൻ നമുക്ക് അനുവാദമില്ല. അതുകൊണ്ട് ഇന്നിന്ന ആളുകൾക്ക് ദൈവത്തെ കാണാൻ കഴിയുമെന്നോ കഴിയുകയില്ലെന്നോ പറയുവാൻ നമുക്ക് സാധ്യമല്ല. അവരവർക്ക് തന്നെയാണ് ഈ ഒരു കാര്യം ചിന്തിക്കുവാൻ കഴിയുക. എനിക്ക് ദൈവത്തെ കാണുവാൻ സാധിച്ചിട്ടുണ്ടോ, ഞാൻ ദൈവത്തെ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ തന്നെയാണ് ചിന്തിക്കേണ്ടുന്നത്. മറ്റൊരാളിനെ ഒരിക്കലും ഈ ഒരു കാര്യത്തിൽ നമുക്ക് അളക്കുവാനായി സാധ്യമല്ല. ഒരു പക്ഷേ മറ്റുള്ള ഒരാളിനെ നോക്കിയിട്ട് നാം പറയുകയാണ്, അദ്ദേഹം നല്ല വ്യക്തിയാണ്, അദ്ദേഹം ദൈവത്തെ കണ്ടിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നാലും അദ്ദേഹത്തിന് അറിയാം താൻ ദൈവത്തെ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഹൃദയശുദ്ധിയാണ് ദൈവത്തെ കാണുന്നതിനുള്ള യോഗ്യതയായി കർത്താവ് പറയുന്നത്. അല്ലാത്ത മറ്റൊരു കാര്യങ്ങളും അതിൻ്റെ യോഗ്യതയായി വരുന്നില്ല. ഈ കാര്യം പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് വളരെ പഴയ ഒരു പാട്ടാണ്. മലയാളികൾക്ക് സുപരിചിതമായ ഒരു പാട്ടാണ്, ഈശ്വരനെ തേടി ഞാൻ അലഞ്ഞു എന്നുള്ളതായ ഗാനം. ഒരു പഴയ സംഗീത രചയിതാവായിരുന്ന KK ആൻ്റണി എഴുതിയ വരികളാണിത്. വളരെ പഴക്കമേറിയ ഒരു ഗാനമാണ്. ഇത് ഓർമ്മിക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങളുടെ നാട്ടിൽ പഴയ കാലത്ത് ഈ കൺവെൻഷൻ യോഗങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ അന്ന് സൗണ്ട് ഹോണാണ് ഉപയോഗിക്കുന്നത്. ആ സൗണ്ട് ഹോണിലൂടെ ഈ പാട്ട് എല്ലാ ദിവസവും കേൾപ്പിക്കുമായിരുന്നു. യോഗം തുടങ്ങുന്നതിന് മുൻപ് ഒരു സന്ധ്യ ആകുന്ന സമയത്ത് മൈക്കിലൂടെ റെക്കോർഡ് പാട്ടുകളൊക്കെ കേൾപ്പിക്കുമ്പോൾ ഈ പാട്ടും ആ കൂട്ടത്തിൽ കേൾപ്പിക്കുമായിരുന്നു. അന്ന് ഞങ്ങളുടെ നാട്ടിൽ മൈക്ക് സെറ്റ് ഉള്ളത് ഇന്ന് നിത്യത്തിൽ വിശ്രമിക്കുന്ന ഒരു തോമാച്ചാനായിരുന്നു. ആ കാലം മുതൽ ആ മൈക്ക് സെറ്റ് അറിയപ്പെട്ടിരുന്നത് ജോളി സൗണ്ട് എന്നാണ്. ഇന്നും അങ്ങനെ തന്നെ അറിയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ മകനാണ് ഇന്ന് ആ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ആ കാലത്ത് എവിടെ കൺവെൻഷൻ യോഗങ്ങളുണ്ടെങ്കിലും ആ സമയത്ത് ഈ മൈക്കിലൂടെ ഈ പാട്ടുകൾ കേൾപ്പിക്കുമായിരുന്നു. അങ്ങനെയുള്ളൊരു പാട്ടാണ് ഈശ്വരനെ തേടി ഞാൻ നടന്നു എന്നുള്ളതായ ഗാനം. അതിങ്ങനെയാണ്: ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു, അവിടെയുമില്ലിവിടെയുമില്ലീശ്വരൻ, വിജനമായ ഭൂവിലുമില്ലീശ്വരൻ. നോക്കുക, ഈശ്വരനെ തേടി നടന്ന ഒരു വ്യക്തി മനസ്സ് തുറന്ന് പറയുകയാണ്, കടലുകൾ കടന്ന് ഞാൻ തിരഞ്ഞു നോക്കി, പക്ഷേ അവിടെയും ഇവിടെയും ഒന്നും ഈശ്വരനില്ല. ഈ പാട്ടിൻ്റെ അടുത്ത വരികൾ നോക്കുമ്പോൾ അതിൽ താൻ എഴുതിയിരിക്കുന്നത് എന്താണ്? അല്പം ഭാവന കൂടെ ചേർത്തുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, കണ്ടില്ല കണ്ടില്ലെന്ന് ഓതി ഓതി കാനനച്ചോല കുണുങ്ങി ഓടി, കാണില്ല കാണില്ലെന്ന് ഓതി ഓതി കിളികൾ പറന്നു പറന്നുപോയി എന്ന് താൻ പറയുകയാണ്. അങ്ങനെ ഈശ്വരനെ തേടി അവിടെയും ഇവിടെയും വിജനമായ ഭൂമിയിലും എല്ലാം അന്വേഷിച്ചു, എങ്ങും കണ്ടെത്തിയില്ല. അതിൻ്റെ അവസാന വരികളിൽ താൻ പറയുകയാണ്,
അവസാനം എന്നിലേക്ക് ഞാൻ തിരിഞ്ഞു, ഹൃദയത്തിലേക്ക് ഞാൻ കടന്നു. അവിടെയാണ് ഈശ്വരൻ്റെ വാസം, സ്നേഹമാണ് ഈശ്വരൻ്റെ രൂപം. നോക്ക്, ഇത് വളരെ അർത്ഥവത്തായ വരികളാണ്. എവിടെയും കാണാതിരുന്നപ്പോൾ, അന്വേഷിച്ചു പോയ സ്ഥലങ്ങളിൽ ഒന്നും ഈശ്വരനെ കാണുവാൻ സാധിക്കാതെ ഇരുന്നപ്പോൾ, താൻ തന്നിലേക്ക് തന്നെ നോക്കുകയാണ്, തൻ്റെ ഹൃദയത്തിലേക്ക് നോക്കി. ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ അവിടെയാണ് ഈശ്വരൻ വസിക്കുന്നതെന്ന് അദ്ദേഹത്തിന് കാണുവാൻ സാധിച്ചു. വാസ്തവത്തിൽ ഇത് എത്രയോ അർത്ഥവത്തായിട്ടുള്ള ഒരു കാര്യമാണ്. ദൈവം വസിക്കുന്നത് എവിടെയാണ്? നാം വായിക്കുന്നു, അത്യുന്നതൻ കൈപ്പണിയായതിൽ വാസം ചെയ്യുന്നില്ല. ദൈവം വസിക്കുന്നത് എവിടെയാണ്? 1 കൊരിന്ത്യർ 3-16 നാം വായിക്കുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? നോക്കുക, ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നത് നമ്മിലാണ്, നമ്മുടെ ഹൃദയത്തിലാണ്. നാം ഉണ്ടാക്കുന്നതായ കെട്ടിടങ്ങളിൽ ദൈവം വസിക്കുന്നില്ല. കൈപ്പണിയായതിൽ ദൈവത്തിന് വസിക്കുവാൻ സാധ്യമല്ല. എന്നാൽ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നു. ഹൃദയത്തിലാണ് കർത്താവ് വസിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അവിടെയാണ് ദൈവത്തിന് വസിക്കുവാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് നാം ആദ്യം വായിച്ചതായ വാക്യത്തിൽ, മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും എന്നുള്ളതായ വസ്തുത. ദൈവം അധിവസിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലാണ്. നമ്മുടെ ഹൃദയം ശുദ്ധമാണെങ്കിൽ ആ ഹൃദയശുദ്ധിയാണ് ദൈവത്തിൻ്റെ അധിവാസത്തിന് നമ്മെ പ്രാപ്തരാക്കുന്നത്. നാം ഹൃദയശുദ്ധിയുള്ളവരാണെങ്കിൽ ദൈവത്തെ കാണുവാൻ സാധിക്കും, ദൈവത്തോട് അടുത്ത് ചെല്ലുവാൻ സാധിക്കും, ദൈവത്തെ ആരാധിക്കുവാൻ സാധിക്കും, ദൈവത്തോട് കൂടെ നടക്കുവാൻ സാധിക്കും, ദൈവത്തിൻ്റെ സഹിത്വമുണ്ടാകും, ദൈവത്തിൻ്റെ സഹായം നമുക്ക് ലഭിക്കും, ദൈവത്തോട് സംസാരിക്കുവാൻ സാധിക്കും, ദൈവത്തോട് അടുത്ത് ജീവിക്കുവാൻ സാധിക്കും. അതാണ് വാസ്തവത്തിൽ ദൈവം നമ്മെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്നതായ കാര്യം. ദൈവം അധിവസിക്കുന്നതായ ഹൃദയത്തിൽ മറ്റു കാര്യങ്ങളൊന്നും പറ്റുകയില്ല എന്നുള്ളത് ദൈവവചനം നമ്മെ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് വിശ്വാസകോളത്തിൽ പോലും നാം കാണുന്നത് അസൂയയും ഭിന്നതയും പകയും പിണക്കവും ഒക്കെയാണ്. വാസ്തവത്തിൽ അതൊന്നും ദൈവം അധിവസിക്കുവാൻ ആഗ്രഹിക്കുന്ന ഹൃദയത്തിൽ ഒരിക്കലും വരരുതാത്തതായ കാര്യങ്ങളാണ്. അങ്ങനെയുള്ള ഹൃദയങ്ങളിൽ ദൈവത്തിന് വസിക്കുവാൻ സാധ്യമല്ല. നമ്മുടെ ഹൃദയം ദൈവത്തിന് അധിവാസ യോഗ്യമാകണമെങ്കിൽ ഹൃദയം ശുദ്ധമായിരിക്കണം. ഹൃദയശുദ്ധിയുള്ളവരിലാണ് ദൈവം വസിക്കുന്നത്. ഇന്ന് രാവിലെ ആ വലിയവനായ ദൈവത്തിന് അധിവാസ യോഗ്യമായ ഹൃദയമായി നമ്മുടെ ഹൃദയം മാറുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അങ്ങനെ ഹൃദയത്തിൽ ദൈവം അധിവസിക്കുന്നുവെങ്കിൽ ആ ദൈവത്തോട് എപ്പോഴും അടുത്ത് ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. ആ ദൈവത്തെ കാണുവാൻ നമുക്ക് സാധിക്കും. ദൈവത്തിൻ്റെ മനോഹാരിത കാണുവാൻ, ദൈവത്തിൻ്റെ ശ്രേഷ്ഠത കാണുവാൻ, ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ നമുക്ക് സാധിക്കും. അപ്പോഴാണ് നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കുന്നത്. അങ്ങനെ ഹൃദയദൃഷ്ടിയെ ദൈവം പ്രകാശിപ്പിക്കും. അപ്പോൾ നാം ദൈവത്തിൻ്റെ മഹത്വം കാണും, ആ ദൈവത്തിൻ്റെ ശ്രേഷ്ഠത നാം അടുത്ത് കാണും. അപ്പോൾ നാം ദൈവത്തെ അപ്പാ പിതാവേ എന്ന് വിളിച്ച് ആരാധിക്കും. അങ്ങനെ ദൈവത്തെ എപ്പോഴും കാണുവാൻ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിരിക്കുന്ന മനുഷ്യനാണ് വാസ്തവത്തിൽ ഭാഗ്യവാൻ. അങ്ങനെ ഒരു ഭാഗ്യാവസ്ഥയിലേക്ക് വരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ ദൈവത്തോട് അടുത്ത് ചെല്ലുവാനുള്ള ഏക വഴി എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു. ഈ വലിയവനായ ദൈവത്തെ, അത്യുന്നതനായ ദൈവത്തെ, അഖിലാണ്ടത്തെ നിർമ്മിച്ച സർവശക്തനായ ദൈവത്തെ അടുത്ത് കാണുവാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? കർത്താവായ യേശു ക്രിസ്തുവിലൂടെ മാത്രമാണ്. യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് ക്രിസ്തു യേശുവിലൂടെ പിതാവാം ദൈവത്തെ കാണുവാൻ സാധിക്കും. അങ്ങനെയുള്ളവരുടെ ഹൃദയത്തിലാണ് ദൈവം വസിക്കുന്നത്. നമ്മുടെ ഹൃദയങ്ങൾ അങ്ങനെ ദൈവാധിവാസ യോഗ്യമായി തീരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അങ്ങനെ കർത്താവിനെ കാണുവാൻ നമുക്കിടയാകട്ടെ. ഹൃദയശുദ്ധിയോടുകൂടെ ദൈവം അധിവസിക്കുന്ന ഹൃദയങ്ങളുള്ളവരായി ദൈവവുമായി അടുത്ത് ജീവിക്കുവാൻ, എപ്പോഴും ദൈവത്തോട് സംസാരിക്കുവാനും ദൈവത്തിൻ്റെ മഹത്വം കാണുവാനുമുള്ള ഏറ്റവും വലിയ ഭാഗ്യാവസ്ഥയിൽ ജീവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ ദിവസം രാവിലെ ഈ ചിന്തകളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ.
നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, അനുഗ്രഹകരമായ ഈ പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഇന്ന് രാവിലെ ഉണരുവാൻ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. ഞങ്ങൾ ചിന്തിച്ചതുപോലെ ഈശ്വരനെ തേടി മനുഷ്യരൊക്കെ അലയുന്നതായ ഒരു സമയത്ത് യഥാർത്ഥമായി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കുന്ന ദൈവത്തെ കാണുവാൻ കർത്താവായ യേശുക്രിസ്തുവിലൂടെ ആ ദൈവത്തിൻ്റെ അരികിലേക്ക് ചെന്ന് അപ്പാ പിതാവേ എന്ന് വിളിക്കുവാനും സ്വപുത്രത്വത്തിൻ്റെ ആത്മാവോടെ ആ ദൈവത്തെ ആരാധിക്കുവാനും അവിടുത്തെ മഹത്വം കാണുവാനും ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയിപ്പാനും അവിടുത്തെ സഹായം സ്വീകരിക്കുവാനും ഒക്കെ ഞങ്ങളെ അനുവദിക്കുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാവിലെ ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ കർത്താവേ. അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവരെ സഹായിക്കുന്ന അവിടുത്തെ കരങ്ങളിലേക്ക് എല്ലാവരെയും ഇന്ന് രാവിലെ സമർപ്പിക്കുകയാണ്. ഓരോരുത്തരുടെയും മേൽ അവിടുത്തെ അനുഗ്രഹത്തിൻ്റെ കരം, സൗഖ്യമാക്കുന്ന കരം, ശക്തീകരിക്കുന്ന കരം ഇന്ന് രാവിലെ അവരുടെ ഓരോരുത്തരുടെയും മേൽ വെച്ച് അവരെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം എല്ലാവരും സുരക്ഷിതരായി ജീവിപ്പാൻ, ആരോഗ്യത്തോടെ ജീവിപ്പാൻ, സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിപ്പാൻ അവരെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ.